So let us start today's class. ഇന്നലെ എന്താണ് പറഞ്ഞു നിർത്തിയത്? ഇന്നലെ എന്താണ് പറഞ്ഞു നിർത്തിയത്? അവസാനം നെറ്റ് പോസിറ്റീവ് സെക്ഷനെ പറ്റി പറഞ്ഞു. എന്താണ് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ്? What is net positive section head? No idea. Jagan. Jagan uണ്ടോ? Jagan. New to you. Mahadevan. Mahadevan. നിങ്ങൾ ആരും സംസാരിക്കത്തില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അത് ഇവിടെ ഒന്നും ഇല്ലേ? വീട്ടുകാരെ ഏൽപ്പിച്ചിട്ട് പോയേക്കാണോ? മിഥുൻ എം ഉണ്ട് സാർ. എന്താണ് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ്? അത് പ്രഷർ എക്സ്പീരിയൻസിന്റെ മെഷർമെന്റ്. പ്രഷറിന്റെ സെക്ഷൻ ഹെഡ് എക്സിറ്റിലെ മെഷർമെന്റ് ഇല്ലേ പ്രഷറിന്റെ? നവീൻ ഉണ്ടോ? നവീൻ സി എന്താണ് പുള്ളിയും എന്താണ്? നവീൻ ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ക്ലാസ് മോഡ് നെക്സ്റ്റ് വീക്കിലോട്ട് മാറ്റാം. നിങ്ങൾ പലരും ലോഗിൻ ചെയ്ത് കാണുന്നേ ഇല്ലേ ഭാഗത്ത്? ക്വസ്റ്റ്യൻ തുടങ്ങും, ക്വസ്റ്റ്യൻ സെഷൻ തുടങ്ങും. ക്വസ്റ്റ്യൻ ആൻസർ പറയാത്തവർക്ക് അറ്റൻഡൻസ് വേണ്ടെന്ന് വെക്കാം. നിതിൻ ആർ, എന്താണ് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് എന്ന് പറഞ്ഞത്? കാവിറ്റേഷൻ ഡിസ്കസ് ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു ടേം പറഞ്ഞത്, നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ്. ആൻഡ് വി ഡിഫൈൻഡ് ദി കാവിറ്റേഷൻ പാരാമീറ്റർ. അത് ടർബൈൻ്റെ എക്സിറ്റിലെ ടർബൈൻ്റെ എക്സിറ്റിലെ ടർബൈൻ്റെ എക്സിറ്റിലെ സെക്ഷൻ ഹെഡ് എക്സിറ്റ് സെക്ഷൻ ഹെഡ് എക്സിറ്റ് ഫ്രം ടർബൈൻ. സെക്ഷൻ ഹെഡ് ആണ് നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ അല്ലല്ലോ, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. ഷിൻഡോ പി എസ് എവിടെയായിരുന്നു? എവിടെയാണ്? വീട്ടിലല്ലേ? വീട്ടിലല്ലേ? പിന്നെന്താണ് ഡിലേ? എന്താണ് ഞാൻ ചോദിച്ചത്? നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് എന്താണ്? ഇന്നലെ ഉണ്ടായിരുന്ന ക്ലാസ്സില്? എന്നാ പറയേ, അവസാനം വരെ ഉണ്ടായിരുന്നെങ്കിൽ കാണാം. എന്താണ് ഷിൻഡോ നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ്? നമ്മളിനി പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ് ഒക്കെ പറയുമ്പോഴും പറയും, അതേ ടൈം തന്നെ വീണ്ടും അവിടെ വരും. നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ്
ഇതൊക്കെ നിങ്ങൾ എന്താണ് അവസാനത്തേക്ക് റിസർവ് ചെയ്ത് വെച്ചേക്കാണോ പഠിക്കാനായിട്ട്? Pressure experienced by a fluid measuring and സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ സക്ഷൻ സൈഡിലുള്ള ഫ്ലൂയിഡിന്റെ അല്ല, പമ്പല്ല, നമ്മളിപ്പോ ടർബൈനാ പറയുന്നത്. അപ്പൊ ടർബൈനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. പമ്പിന്റെ കേസിലും ആ ടൈം വരുന്നു എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഇപ്പൊ ടർബൈൻ അല്ലേ, ടർബൈനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നല്ലേ. ഓക്കെ, പമ്പിന്റെ പമ്പ് ടർബൈന്റെ ആ ഓക്കെ. അപ്പൊ അതാണ് കഥ. സഞ്ജിത്ത് ഉണ്ടോ? സഞ്ജിത്ത്, എന്താ സഞ്ജിത്തെ പറഞ്ഞോ? ഓർക്കുന്നില്ല. ഓക്കെ, ഓർക്കുന്നില്ല എന്നുള്ളതാണ് ആൻസർ. നമ്പർ 65 മുഹമ്മദ്. അടുത്തുള്ള പാട്ട് എന്താണ്? ഫുൾ നെയിം എന്താണ്? മുഹമ്മദ് ഷാദാർ. അയാൾ പറയും. മുഹമ്മദ് ഷാ. ഓക്കെ. NPSH എന്താണ്? നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. ടർബൈന്റെ കേസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ടേം ആണ് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. ഇക്വേഷൻ നോക്കിയിട്ട് പറഞ്ഞാലും മതി. ഇക്വേഷൻ പറയണ്ട. ഇക്വേഷൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മതി. എന്താണെന്ന് അവിടെ നിന്ന് പറയാൻ പറ്റുമെന്നുള്ളത് ശ്രമിക്കുക. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണെന്ന് പറയാം. PA minus W minus PV by W minus HS. NPSH പറയാം. അപ്പൊ എന്താണത്? PA എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഓക്കെ. ഹേമന്ത് ഉണ്ടോ? ഹേമന്ത് ഉണ്ട് സാർ. എന്താ ഹേമന്ത് പറഞ്ഞു? അറിയില്ല സാർ. അറിയില്ല. ഏറ്റവും എളുപ്പമുള്ള ഉത്തരമാണ്. ഓക്കെ. ഫെസ്റ്റീവ്. യെസ് സർ. എന്താണ് NPSH? ഈ കാവിറ്റേഷന്റെ എഫക്റ്റിന് വേണ്ടിയാണ് ഈ ായിട്ട് ബന്ധപ്പെട്ട് ആണ് നമ്മൾ പറഞ്ഞത്. കാവിറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് പറഞ്ഞു. അതിൽ കാവിറ്റേഷൻ പാരാമീറ്റർ ഡിഫൈൻ ചെയ്തു. അപ്പോൾ കാവിറ്റേഷൻ പാരാമീറ്റർ ഡിഫൈൻ ചെയ്യുന്നതിനോട്ട് ബന്ധപ്പെട്ടാണ് എക്സ്പ്ലെയിൻ വാട്ട് ഈസ് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് എന്ന്. NPSH രക്ഷയില്ല. വിട്ടുകളയാം അല്ലേ? എനിവൺ ഈ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഒരു ഗുണമല്ലേ? നിങ്ങൾ ഇതൊന്നും മനസ്സിലാവാത്തതാണെങ്കിൽ ഓക്കെ, ആ രീതിയിലുള്ള ഫീഡ്ബാക്ക് തരിക. അല്ല, നിങ്ങൾ ഇതിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ലേ? ഈ ക്ലാസ് എടുക്കുന്നതൊക്കെ വെള്ളത്തിലാണോ? എന്താണ് പ്രശ്നം? എന്താണ്? പഠിക്കാത്തതാണോ? അത് പഠിക്കാൻ പറ്റാത്തതാണോ? സമയമില്ലേ നിങ്ങൾക്ക്? ഇവിടെ ആൻസർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ഒന്നും വരുന്നില്ല. ഋതിക് രാജ് ഉണ്ടോ? ഋതിക് രാജ് എന്താ ഋതിക് രാജ് NPSH എന്ന് പറഞ്ഞാൽ? അറിയത്തില്ല. സൽമാൻ. ഹലോ സാർ. എന്താ NPSH എന്ന് പറഞ്ഞാല്? സാറേ, ആക്ച്വൽ പ്രഷർ ഹെഡ് മൈനസ് വേപ്പർ പ്രഷർ. അതാണ് ആക്ച്വൽ പ്രഷർ ഹെഡ് മൈനസ് വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ്.
ആക്ച്വലി കുറച്ച് പാർട്ട്ലി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എവിടത്തെ നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം എഴുതിയ ഒരു ഇക്വേഷൻ, ആദ്യമേ ഞാൻ ആ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് തുടങ്ങിയത്. P2 by എന്തോ എഴുതിയ നോക്കിയത്, P2 by W plus V2 square by 2G അങ്ങനല്ലേ ഇക്വേഷൻ എന്ന് പറയാവോ? നമ്മള് ഇന്നലെ NPSH by H ആണ് നമ്മൾ ക്യാവിറ്റേഷൻ പാരാമീറ്റർ എന്നുള്ള രീതി ഡിഫൈൻ ചെയ്തത്. അപ്പൊ അതിൽ നിന്നാണ് NPSH പറഞ്ഞപ്പോഴാണ് what I said is റിലേഷൻ പറഞ്ഞ P2 by W plus V2 square by 2G minus PV by W അങ്ങനെ എങ്ങനെയാണ് ആണോ? അതെ. അപ്പൊ എന്താണത് ആക്ച്വലി P2 by W എന്ന് പറയുന്നത് എന്താണ് അവിടെ? P2 by W എന്ന് പറയുന്നത് അവിടെ 2 എന്നുള്ള ലൊക്കേഷൻ ഏതാണ് മാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ അതിൻ്റെ അകത്ത്? റണ്ണറിന്റെ എക്സിറ്റ്, ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റ്. P2 by W is the pressure head at the draft tube inlet. V2 square by 2G എന്ന് പറയുന്നത് അവിടുത്തെ ഡൈനാമിക് ഹെഡ് ആണ്. മറ്റേത് സ്റ്റാറ്റിക് ഹെഡ്, ഇത് ഡൈനാമിക് ഹെഡ്. ടോട്ടൽ ഹെഡ് ആണ് അത് സം എന്ന് പറയുന്നത്. P2 by W plus V2 square by 2G is the total sum of the pressure head and the static head and the dynamic head at the turbine inlet. That minus vapor pressure head, PV by W എന്ന് പറയുന്നത്. അപ്പോൾ ആ വേപ്പർ പ്രഷർ ഹെഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ക്യാവിറ്റേഷനിലെ? when the pressure at any point is below the vapor pressure cavitation, there is greater chance for cavitation to happen. So what is the excess that we have, excess head what we have at the turbine exit? അതാണ് NPSH വരുന്നത്. വേപ്പർ പ്രഷർ ഹെഡ് എന്താണോ അതിനേക്കാട്ട് എത്ര എക്സസ് ആയിട്ട് ഈ ടോട്ടൽ ഹെഡ് അവൈലബിൾ ഉണ്ട് എക്സിറ്റിൽ. സോ ദാറ്റ് ഈസ് ദി NPSH, നെറ്റ് പോസിറ്റീവ് സെക്ഷൻ ഹെഡ്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതാണ് അവിടെ HS എന്നുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. അവിടെ NPSH പറഞ്ഞു. പിന്നെ അത് HS ആക്ച്വലി സെക്ഷൻ ഹെഡ് ആണ്. റിലേഷനിൽ HS എന്ന് പറഞ്ഞ നൊട്ടേഷനിൽ ഒരു ടേം നമ്മൾ യൂസ് ചെയ്തത് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ സെക്ഷൻ ഹെഡ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ ഈ ലാസ്റ്റ് മൊമെന്റിലോട്ട് വെക്കുന്നത് will invite more trouble to you. Okay, anyway, I will plan some other way of okay, now move on to the discussion on other topics in the module 2. So we'll start with the surge tank. The surge tank വരുന്നത് നമ്മൾ ടർബൈൻ്റെ ഡിസ്കഷൻ പറഞ്ഞപ്പോൾ what I told you is that the load on the turbine vary depending on the demand of power. പവർ ഡിമാൻഡ് അനുസരിച്ച് പവറിന്റെ ഡിമാൻഡ് കൂടുതലാവാം കുറവാവാം, അതനുസരിച്ച് ടർബൈനിലെ ലോഡ് വേരിയേഷൻസ് വരും. So when there is variations of load on the turbine, there will be adjustment or there will be controlling of the turbine. അതാണ് ഗവർണേഴ്സ് അവിടെ ആക്ട് ചെയ്യും. So that the flow will be controlled, speed of the turbine will be controlled, and the power may be reduced or increased. Power generation may be increased or decreased depending on the load or the requirement. So അങ്ങനെ ചെയ്യുമ്പോൾ ഈ പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി ലാർജർ ഡയമീറ്റർ പൈപ്പ് ലൈൻസ് കണക്ടിങ് ദി റിസർവയർ ആൻഡ് ദി പവർ സ്റ്റേഷൻ. ഈ പെൻസ്റ്റോക്സ് വഴിയാണ് ഡാമിൽ നിന്ന് വാട്ടർ ടർബൈനിലോട്ട് കൊണ്ടുവരുന്നത്. ഈ കൺട്രോളിംഗ് റിക്വയർമെന്റ് വരുമ്പോൾ യു മേ ബി റിക്വയർ ടു sometime you may require to close the valves, regulate the valves accordingly. Pipeline the valves control ചെയ്യണം, water flow block ചെയ്യണം. So you have to close the valves, you have to open the valves according to the requirement. അപ്പോൾ അങ്ങനെ closing and opening of the valves നമ്മൾ ചെയ്യുമ്പോൾ what happens is that will be resulting in water hammer effects in the pipelines. If you suddenly close a valve, that will result in water hammer. Water hammer എന്താ നേരത്തെ നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് the
large pressure fluctuations that will be happening. നമ്മളൊരു വാൽവ് പെട്ടെന്ന് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ വരുന്ന ഫ്ലൂയിഡ് that will be getting reversed, flow reversal varum, so that will create greater pressure fluctuations inside the pipeline. Pressure pipeline pressure fluctuations that has to be neutralized, otherwise sometime it may result in bursting of the pipelines. Penstocks പൊട്ടി പോകാറുണ്ട്. ഇത് പ്രഷർ കൂടിയിട്ട് അത് പ്രഷർ കൂടാനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന രീതിയിൽ വാൽവ് പെട്ടെന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാവുന്ന പ്രഷർ ഫ്ലക്ച്വേഷൻസ് ആണ്. അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രഷർ ഫ്ലക്ച്വേഷൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർജ് ടാങ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർജ് ടാങ്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് യു ക്യാൻ സീ ദ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ തന്നെ കാണാം നിങ്ങൾക്ക്. ഈ പൈപ്പ്ലൈനിൽ വി ഹാവ് ദി സ്മോളർ ടാങ്ക്സ് ഓർ റിസർവയേഴ്സ് ഫിക്സ്ഡ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് സർജ് ടാങ്ക് എന്നുള്ളത്. അപ്പോൾ ഈ ചെറിയ ചെറിയ റിസർവയേഴ്സ് that will be fixed on this pipeline, a raised tunnel connecting the upstream dam and the power station. അപ്പോൾ ഈ റിസർവയേഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ സപ്പോസ് നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന ഹൈ പ്രഷറിലുള്ള ഫ്ലൂയിഡിന്റെ പ്രഷർ വഴി ഈ പ്രഷർ ഉള്ളതുകൊണ്ട് that will be stored inside this storage tank. അല്ലെങ്കിൽ എന്താണ്, ഈ സ്റ്റോറേജ് ടാങ്ക് ഇവിടെ ഇല്ലെങ്കിൽ this has to be traveled for a long distance in order to reach the dam. അപ്പോൾ അത്രയും പ്രഷർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന രീതിയിൽ വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഈ പൈപ്പ് ലൈൻസിന് കഴിയണമെന്നില്ല. അത് പൈപ്പ് ലൈനിന്റെ ഡാമേജിൽ റിസൾട്ട് ആവും. അപ്പോൾ ഈ പവർ സ്റ്റേഷന് വളരെ അടുത്തുള്ള ലൊക്കേഷൻസിൽ ഈ സബ് ടാങ്ക്സ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ ഫ്ലക്ച്വേഷൻസ്, പ്രഷർ കൂടുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ ആ വാട്ടർ ഇവിടെ സ്റ്റോർ ചെയ്ത് ആ പ്രഷർ ഫ്ലക്ച്വേഷൻസിനെ ഇവിടെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്ന്, ഈ വാട്ടർ ഹാമർ എഫക്റ്റിനെ സപ്രസ് ചെയ്യാം, ആ പ്രഷർ ഫ്ലക്ച്വേഷൻസിന്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ഇവിടെ സ്റ്റോർ ചെയ്ത വാട്ടർ തന്നെ നമുക്ക് സപ്ലൈ വെനെവർ യു റിക്വയർ ഗ്രേറ്റർ ക്വാണ്ടിറ്റി. ഇപ്പൊ ലോഡ് ഇപ്പോൾ വാൽവ് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വാട്ടർ ഫ്ലോ അവിടെ വരണം. അപ്പൊ ആ വാട്ടർ ഇൻക്രീസ്ഡ് വാട്ടർ ഫ്ലോ മീറ്റ് ചെയ്യാൻ വേണ്ടി ഈ സർജ് ടാങ്കിൽ സ്റ്റോർ ചെയ്ത വാട്ടർ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഫങ്ഷൻസ് ഈ സബ് ടാങ്കിന് വരും. ഒന്ന്, in order to neutralize the pressure fluctuations that results from water hammer, which is caused by the sudden closing of the valve. Second thing, it acts as a storage, immediate for meeting the immediate requirement of the water supply. അപ്പോൾ അത്രയും ഈ രണ്ട് ഫങ്ഷൻസ് ആണ് ഈ സർജ് ടാങ്ക് വരുന്നത്. അപ്പോൾ ഈ സർജ് ടാങ്ക്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന്റെ ഹൈറ്റ് ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഇതൊരു ഓപ്പൺ റിസർവെയർ ആണ്. ഓപ്പൺ റിസർവെയർ എന്ന് പറയുമ്പോൾ ഇതിലെ പ്രഷർ കൂടി കഴിഞ്ഞാൽ ഇത് ഓവർഫ്ലോ ചെയ്യും. ഇറ്റ് വിൽ ബി ഓവർഫ്ലോ സോ ദാറ്റ് the pressure fluctuation inside the pipeline is nullified. അതുപോലെ തന്നെ ഇതിന്റെ ഇൻസ്റ്റലേഷൻ നോർമലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ ഇതുപോലുള്ള ജംഗ്ഷൻസിൽ, അതായത് ഫ്ലാറ്റ് പൈപ്പ് ലൈനും ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റീപ്പ് ആയിട്ട് പൈപ്പ് ലൈൻസ് വരുന്ന ജംഗ്ഷൻസ് എവിടെയാണോ ആ ലൊക്കേഷൻസ് ആണ് നോർമലി ഇത് ഇൻസ്റ്റലേഷൻ ഇതുപോലുള്ള സർജ് ടാങ്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹെഡ് റേസ് ടണൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹെഡ് റേസ് ടണൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡാമും പവർ സ്റ്റേഷനും കൂടി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് റേസ് ലെവൽസിൽ മാത്രമല്ല, ടണൽസിൽ മാത്രമല്ല, സംടൈംസ് ദീസ് കൈൻഡ് ഓഫ് സർജ് ടാങ്ക്സ് ആർ റിക്വയർഡ് ഇൻ ദി ടെയിൽ റേസ് ടണൽ ഓൾസോ. അപ്പോൾ ടെയിൽ റേസ് ടണലും ഇതുപോലെ പ്രഷറിന്റെ ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഈ സർജ് ടാങ്ക്സ് ആർ ഓൾസോ പ്രൊവൈഡഡ് ഇൻ ദി ടെയിൽ റേസ് ടണൽസ്. ഇത് ഒരു സർജ് ടാങ്കിന്റെ ഫോട്ടോഗ്രാഫാണ്. ഈ ടോൾ ഇൻസ്റ്റലേഷൻ ഈ കാണുന്നതാണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. അതിന്റെ താഴെ ബോട്ടത്തിൽ നിന്നുള്ള ഈ കോൺഡ്യൂട്ട് എന്ന് പറയുന്നത് ഈസ് ദി പെൻസ്റ്റോക്ക്. പല different types of surge tanks are there. So these are the types of surge tanks used in power plants: simple surge tank, gallery type, inclined surge tank, restricted orifice surge tank, differential surge tank. With the different types. The simple type in the schematic diagram ആണ്. Simple type എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു open reservoir that is connected to the pipeline by a short connector. ഇത് ഇവിടെ കണക്ടർ നോക്കുക, ഈ കണക്ടിങ് ഏരിയ എന്ന് പറയുന്നത് that will be less greater than the penstock area.
So this is a simple type of surge tank. So you have the diameter here. Area of cross section of this connector is greater than the area of cross section of the penstock pipe. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് രണ്ട് പർപ്പസ് ആണ്. One, to suppress the pressure fluctuation, and second, to supply the excess quantity that may recur when the demand is more. So this is the restricted orifice type. Restricted orifice type എന്ന് പറയുന്നത് ഇവിടെ നോക്കുക. ഇവിടെ കണക്ട് ചെയ്യുന്നത്, you have the diameter, you have at the bottom of this reservoir you have a opening of very small size. Orifice ആണ് ഇവിടെ ഉള്ളത്, not a bigger pipe that connect the penstock and the surge tank. ഈ റിസർവയറിനെയും പെൻസ്റ്റോക്കിനെയും കൂടി കണക്ട് ചെയ്യുന്ന connecting point, you have a very small diameter, so it's an orifice. So this will have a throttling effect. Throttling effect എന്ന് പറയുന്നത് എന്താണ്? When it is allowed to throttle, restricted opening കൂടി flow entry നടന്നു കഴിഞ്ഞാൽ, so that may result in greater frictional loss. ആ frictional loss ആണ് ഈ pressure fluctuations ഇവിടെ nullify ചെയ്യുന്നത്. High pressure വരുന്ന fluid ഈ restricted opening ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് it will be suffering from greater frictional loss due to this restricted entry, and that helps in neutralizing the pressure fluctuations that happens. Once it enter, it will be stored here. ഇതാണ് ഒരു restricted type surge tank. So this is the gallery type. Gallery type എന്ന് പറയുന്നത് expansion chambers ആണ്. You have expansion chamber here. So we have these two expansion. താഴെ ഒരു lower gallery ഉണ്ട്, and this is the upper gallery. Upper gallery is an expansion chamber. So this lower gallery, അപ്പോൾ ഇതിന്ന് ഈ penstocks നിന്ന് വരുന്ന excess water that will enter the lower gallery and it will be stored here. And when the pressure increases, it will be then flows to the expansion chamber. So expansion chamber flow ചെയ്തു കഴിഞ്ഞാൽ, so you have greater space here, so that will lower the pressure. So this is a gallery type surge tank, and this is another category that is inclined. Inclined type എന്ന് വെച്ചാൽ ഈ surge tank is positioned inclined manner. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഹൈറ്റിന്റെ ലിമിറ്റേഷൻസ് വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റലേഷൻ്റെ അവിടെ ഹൈറ്റ് ലിമിറ്റേഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ ഇൻക്ലൈൻഡ് സർജ് ടാങ്ക്സ് പ്രിഫർ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സെയിം ഡയമീറ്റർ ഉള്ള ഒരു ട്യൂബ്, ഇഫ് യു held it vertically and inclined, the surface will be higher at a higher level in the inclined pipe. അപ്പോൾ ആ ഒരു feature ഉള്ളതുകൊണ്ട് നമുക്ക് we can have this inclined surge tank when there is height limitations. And this is the another type of surge tank, differential surge tank. Differential surge tank എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ഓപ്പൺ സിമ്പിൾ ടൈപ്പ് കാണിച്ച പോലെ you have a reservoir here, and inside this reservoir you have an inner riser pipe. Riser pipe kuda undu. So the inner riser pipe acts as the pressure reducer. So idile enter cheyuna fluid, once it enter from here, when you close the valve, so it will be entering the surge tank from the low opening and provided at the this riser. ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റർ ചെയ്യുന്ന വാട്ടർ ഇവിടെ രണ്ട് സൈഡിൽ രണ്ട് പോർഷൻ ഉണ്ട്. ഇറ്റ് വിൽ ബി എൻ്ററിങ് ആൻഡ് ഗെറ്റിംഗ് സ്റ്റോർഡ് ഹിയർ. ഈ രണ്ട് സൈഡിലും ഓരോ പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ ദ വാട്ടർ വിച്ച് എൻ്റർ ഫ്രം ദി ബോട്ടം orifice, it will be entering the riser and then it will flow to the outer tanks and it will be stored here. അപ്പോൾ ഈ ഔട്ടർ സൈഡ് എന്ന് പറയുന്നത്, ഔട്ടർ ടാങ്ക് എന്ന് പറയുന്നത് എക്സസ് വരുന്ന വാട്ടറിനെ സ്റ്റോർ ചെയ്യും. And when it is filled and when it overflows, what happens is then it will enter through this riser pipe and it will get from overflow from the riser. അപ്പോൾ ഈ റൈസർ, അപ്പോൾ ഇത് വീണ്ടും പ്രഷർ കൂടുന്നതനുസരിച്ചിട്ട്
ഇത് ഫിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ റൈസർ വഴി വാട്ടർ വെളിയിലോട്ട് discharge ചെയ്തുകൊണ്ടിരിക്കും. So that the pressure fluctuation that will be nullified with the help of this riser that is provided at the inside the tank. ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ടൈപ്പ് സർജ് ടാങ്ക്. രണ്ട് പർപ്പസ് ഇവിടെ നടക്കുന്നുണ്ട്. The inner riser pipe will be nullifying the pressure fluctuation, whereas the water, excess water, will be stored in the outer tank. And this is the photograph which shows the surge tanks provided in the tail raised tunnel. So that is all about the surge tank. Now specific speed, we will derive one equation for specific speed. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടേമാണ് സ്പെസിഫിക് സ്പീഡ്. എന്താണ് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ പാരാമീറ്റർ ദാറ്റ് വി യൂസ് ടു compare the performance of turbines. You can compare the turbines, or you can use this specific speed as one of the selection criteria of the turbines. നമ്മൾ turbines classify ചെയ്തപ്പോൾ we classified these turbines according to the specific speed. അപ്പോൾ നമ്മൾ ഏതെങ്കിലും റിക്വയർമെന്റ് നമുക്ക് സ്പെസിഫിക് സ്പീഡ് വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ, if you have that specific speed value, you can select a turbine which will be suited to the particular application that you are looking for. ഹൈ ഹെഡ് ആണോ ലോ ഹെഡ് ആണോ സ്പെസിഫിക് സ്പീഡ് വാല്യൂ അറിയുന്നുണ്ടെങ്കിൽ, ഹൈ വാല്യൂ ആണോ ലോ വാല്യൂ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വെദർ ഇറ്റ് ഈസ് പെൽട്ടൺ ടൈപ്പ് ഈസ് യൂസ്, വെദർ യു നീഡ് എ ഫ്രാൻസിസ് ടർബൈൻ or a Kaplan turbine, that can be decided if you have the specific speed value. എന്താണ് specific speed എന്ന് പറയുന്നത്? Already we defined specific speed. It is the speed of a geometrically similar turbine which will be developing 1 kilowatt power when working under 1 meter head. ഒരു ടർബൈന്റെ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ടർബൈന് ജോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ള ഒരു ടർബൈൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ടർബൈനിൽ 1 മീറ്റർ ഹെഡിൽ അത് 1 കിലോവാട്ട് പവറിൽ 1 കിലോവാട്ട് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് എത്ര സ്പീഡിലാണോ അത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, അതാണ് ആക്ച്വൽ ടർബൈനിന്റെ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് സ്പെസിഫിക് സ്പീഡ് we have one equation we have seen earlier, which was ns equal to n root p by h raised to 5/4. ഈ റിലേഷൻ നമ്മൾ നേരത്തെ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് we will be now deriving. അപ്പോൾ അത് ഡിറൈവ് ചെയ്യാനായിട്ട് let us consider a turbine operating under a head of h. So we have a turbine which operates under a head of h, and other parameters that are important to study the performance of the turbine are discharge, then rotor diameter, rotational speed, power. അപ്പോൾ നമ്മൾ ടർബൈൻ പെർഫോമൻസ് സ്റ്റഡി ചെയ്യുമ്പോൾ ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പവർ, ഡിസ്ചാർജ്, റോട്ടർ ഡയമീറ്റർ, സ്പീഡ്, then width of the turbine rotor. So these are the important parameters that are considered in analyzing the performance of a turbine. Now, for a turbine working under a head of h, any velocity we have v equal to, അല്ലെങ്കിൽ നമ്മൾ ജെറ്റ് വെലോസിറ്റി എടുക്കുമ്പോൾ v എങ്ങനെയായിരുന്നു? cv root 2gh. or when we have taken vf flow velocity എടുത്തപ്പോൾ kf root 2gh. Similarly, when we defined blade speed u equal to ks into root 2gh. So these equations, from these equations we can write fluid velocity v proportional to root h. Gm cv constant ആണ്, root 2g constant ആണ്. So velocity, whether it is jet velocity or flow velocity, any velocity that is proportional to root h. And also I can say the blade speed is proportional to root h from these equations. Then again, blade speed is u equal to pi dn by 60. ഇവിടെ pi constant ആണ്, 60 constant ആണ്. So you can write u proportional to dn. Diameter n ഉം രണ്ട് വേരിയബിൾ ആണ്. u proportional to dn. Now you can combine these two. രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ u proportional to root h ആണ്. Second relation is u proportional to. So you can combine these two relations. Combine these two and write root h proportional to dn.
or you can write d proportional to root h by n. This is diameter proportional to root h by n. Now the discharge from the turbine is Q equal to area into velocity. Discharge is area into velocity, and the turbine flow area എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ pi d b vf, sorry, flow area, flow discharge എന്ന് പറയുന്നത് pi d b vf ആണ്. അതിൽ flow area എന്ന് പറയുന്നത് pi d b ആണ്. അതിൽ pi constant ആണ്. So discharge is proportional, sorry, area is proportional to bd. Then again, width and diameter b and d, they bear a constant ratio. This is a constant value on b by d ratio 0.1, 0.2. So this is a constant. So that I can say b proportional to d. So you can combine here and write area proportional to d square. So find the area proportional to d square. Then velocity proportional to root h. These two you can combine and write discharge proportional to. So you can write discharge proportional to area. Area d square ആണ്, velocity root h ആണ്. So discharge proportional to d square root h you can write. Then this d square you can replace using the previous equation. D proportional to root h by n already എഴുതിയിട്ടുണ്ട് നമ്മൾ. But d you can substitute here. So d square ന് പകരം root h by n. So q proportional to root h square by n into root h. So root h square hi, h into root h is h raised to 3 by 2. So what we get finally is here discharge proportional to h raised to 3 by 2 by n square. So this is one of our equation. Let us say this is equation 1. Then we have overall efficiency of the turbine. Then shaft power by water power. Shaft power, let it be P, notation P. Water power, water power is WQH. WQH ആണ് the rho. ഈ W ആണ് rho into G ഇവിടെ എഴുതിയിരിക്കുന്നത്. So rho G QH by 1000 is to convert. നമ്മൾ ഇക്വേഷനിൽ എപ്പോഴും കിലോവാട്ടിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. So rho G QH by 1000, or shaft power you can write as equal to eta naught into this much, this term. അതിൽ eta naught constant ആണ്, density constant ആണ്, G constant ആണ്. So this is a constant, rho G constant, 1000 constant ആണ്. So power you can write proportional to QH. Power shaft power is proportional to discharge into H. Now this discharge you can replace with this equation. Discharge നമ്മളിപ്പോൾ ഏറ്റവും അവസാന equation 1 ഇവിടെ substitute ചെയ്യാം. You can substitute here, equation 1 you can substitute here. So that gives you P proportional to discharge when h raised to 3 by 2 by n square. You can write that into H. So you multiply this and get power proportional to h raised to 5 by 2 by n square. h raised to 5 by 2 by n square. ഈ proportionality മാറ്റി equation ആക്കാതെ തന്നെ P equal to K into, say, constant. So K is constant of proportionality. So P equal to power equal to K into h raised to 5 by 2 by n square. Now let us find the value of this K. K യുടെ വാല്യൂ കാണാനായിട്ട് നമ്മൾ സ്പെസിഫിക് സ്പീഡിന്റെ ഡെഫിനിഷൻ അവിടെ അപ്ലൈ ചെയ്യുക. സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? It is the speed corresponding to h equal to 1 meter and power equal to 1 kilowatt. So you apply that definition here. That means when the speed n equal to ns, when n equal to ns, h is 1 meter and p 1 kilowatt. Substitute here p power equal to power 1 equal to k into h raised to 1 raised to 5 by 2 by n is ns now. So that is simplified as, or what we get is the value of k from here. So k you get as ns square. Now you substitute this in the equation of the power. So shaft power is now k ക്ക് പകരം ns square substitute ചെയ്തു. So ns square into h raised to 5 by 2 by n square. Now what we need is relation for ns. ഇതാണ് എനിക്ക് വേണ്ടത്. So I derived that ns square from there. So ns square equal to p n square by h raised to 5 by 2. Or ns is square root of p n square by h raised to 5 by 2. So square root
ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ n root p by x raised to 5/4. So this is the expression what you get for the specific speed. ഇതിൽ എപ്പോഴും കാൽക്കുലേഷനിൽ വരുമ്പോൾ എപ്പോഴും ഓർക്കുക, when you substitute n has to be substituted in rpm, power you have to substitute in kilowatt, and head you have to substitute in meter. ഈ കാര്യം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഓർക്കുക. കാരണം പവർ നമ്മൾ കിലോവാട്ടിൽ തന്ന് വാട്ടിലിട്ടൊന്നും ചെയ്യരുത്. അവിടെ ഈ 3 യൂണിറ്റിലായിരിക്കും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. RPM RPS ആക്കേണ്ട കാര്യമില്ല. RPM 100 ആണെങ്കിൽ 100 അവിടെ ഇടുക. എന്നിന്റെ വാല്യൂ 100 RPM എന്നാണെങ്കിൽ 100, പവർ 2 കിലോവാട്ട് ആണെങ്കിൽ 2 ഇടുക അവിടെ. H1 മീറ്റർ ആണെങ്കിൽ മീറ്ററിലെ വാല്യൂ അവിടെ ഇടുക. So this expression is the specific speed of the turbine. ഇനി when you calculate the specific speed of a turbine നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി എച്ച് ഹെഡ് ഒന്ന് പാരാമീറ്റർ അവിടെ വരുന്ന പാരാമീറ്റേഴ്സിൽ എച്ച് എൻ ക്യൂ. എച്ച് എന്ന് പറയുന്ന ഹെഡ്, സ്പീഡ്, ഡിസ്ചാർജ്. സോ ദീസ് terms, these quantities vary. Or the turbines are operated at under different heads. They are operated at different speed, different discharge according to the requirement. അപ്പോൾ ഇത് അപ്പോൾ ഓരോ കോമ്പിനേഷൻസ് നമ്മളിപ്പോൾ ഈ അതുപോലെ തന്നെ പവറിന്റെ ഓരോ കണ്ടീഷൻസിന് ഓരോ ഹെഡിലും ഓരോ സ്പീഡിലും ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് പവർ വാല്യൂ ഡിഫറെന്റ് ആണ്. സോ കറസ്പോണ്ടിങ് ടു ദീസ് ഫോർ ഈച്ച് കോമ്പിനേഷൻ ഓഫ് എച്ച് എൻ ആൻഡ് പി you can calculate ns value. അല്ലേ? അപ്പോൾ ഒരു ഹെഡ് വർക്ക് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവുന്ന പവറും അത് റൺ ചെയ്യുന്ന സ്പീഡും അനുസരിച്ച് ഈ 3 വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് കറസ്പോണ്ടിങ് ഒരു കോമ്പിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് you can have a ns value. Like that you can calculate different specific speed values for the same turbine. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏത് വാല്യൂ ആണ് ടർബൈന്റെ സ്പെസിഫിക് സ്പീഡ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് നമ്മളിപ്പോൾ ടർബൈന്റെ സ്പെസിഫിക് വാല്യൂ പറയുമ്പോൾ ഒരു വാല്യൂ നമ്മൾ എപ്പോഴും പറയാറുള്ളൂ. പല ഓൾദോ യു ക്യാൻ കാൽക്കുലേറ്റ് ഡിഫറെന്റ് സ്പെസിഫിക് സ്പീഡ് വാല്യൂസ് കറസ്പോണ്ടിങ് ടു ദ സെറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. നമ്മൾ ആ ടർബൈൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ മാത്രമേ പറയാറുള്ളൂ. സോ ദാറ്റ് വാല്യൂ ഈസ് നോർമലി ആക്സെപ്റ്റഡ് ആസ് ദ വാല്യൂ കറസ്പോണ്ടിങ് ടു ഈറ്റ ഈക്വൽ ടു ഈറ്റ മാക്സ്. അതായത് മാക്സിമം എഫിഷ്യൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HNP. That is the specific speed value that we usually use to specify a turbine. അപ്പോൾ അതിന്റെ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡ്, സ്പീഡ്, പവർ, ആ കണ്ടീഷൻസിലുള്ള അതിന്റെ സ്പെസിഫിക് സ്പീഡ് വാല്യൂ എന്താണോ അതാണ് നമ്മൾ ആ ടർബൈന്റെ സ്പെസിഫിക് സ്പീഡ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത്. ആ ഒരു കാര്യം ഓർത്തിരിക്കുക. Now one more thing, ഇതില് നമ്മളിപ്പോ കണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ns സ്പെസിഫിക് സ്പീഡിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ is actually having dimensionless expression അല്ല. പക്ഷെ നമ്മൾ നോർമലി ഒരു ടർബൈന്റെ സ്പീഡ് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ പറയുമ്പോൾ നമ്മളെപ്പോഴും അതിന്റെ കൂടെ RPM എന്നുള്ള യൂണിറ്റ് പറയാറുണ്ട്. But normally when we specify the value of specific speed, the convention അനുസരിച്ച് നോർമലി ഇതിനൊരു ഡയമെൻഷൻ ഉണ്ട്. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്നിന്റെയും പിയുടെയും ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് nsന്റെ ഡയമെൻഷൻ കാണുകയാണെങ്കിൽ it will be having some dimensions. Even though it has dimension, normally the value of ns is specified without units. ns equal to 100 എന്ന് പറഞ്ഞാൽ 100 RPM എന്ന് നമ്മൾ പറയാറില്ല. ഈ യൂണിറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യാറില്ല സ്പീഡിന്റെ വാല്യൂസ്. അതൊരു കൺവെൻഷൻ ആണ്. ആക്ച്വലി നമ്മൾ യൂണിറ്റ് സ്പെസിഫൈ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഡയമെൻഷൻലെസ് ആയിരിക്കണം, ഒരു നമ്പർ ആയിരിക്കണം. അപ്പൊ നോർമലി നമ്മൾ സ്പെസിഫിക് സ്പീഡിന്റെ വാല്യൂ നമ്മൾ ഒരു ടർബൈന്റെ കേസിൽ പറയുമ്പോൾ, മെഷീന്റെ കേസിൽ പറയുമ്പോൾ സ്പെസിഫിക് സ്പീഡ് വാല്യൂസ് given without specifying any unit. അതൊരു കൺവെൻഷൻ മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ആക്ച്വലി ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് ഹാവിംഗ് ഡയമെൻഷൻ. So now in order to
non-dimensionalize the specific speed of the turbine. It is expressed in another form called non-dimensional specific speed. അപ്പോൾ നമ്മൾ ഇതേ എക്സ്പ്രഷൻ ns equal to n root p by h raised to 5/4 എന്നുള്ളത് ഒരു ഡയമെൻഷൻ ഉള്ള ഒരു എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നോൺ ഡയമെൻഷനലൈസ് ചെയ്ത് we will form a number form. We will express this in a number form. ആ നമ്പർ ഫോമിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ടൈപ്പ് നമ്പർ എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത്. ടൈപ്പ് നമ്പർ എന്നോ ഷേപ്പ് നമ്പർ എന്നോ സ്പീഡ് നമ്പർ എന്നോ ഓർ സംടൈം ഷേപ്പ് ഫാക്ടർ also used notation. So this is the non-dimensional form of specific speed expression. ഈ ഇക്വേഷന്റെ നോൺ ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ. അപ്പൊ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ നോൺ ഡയമെൻഷണൽ എന്താ, ഇതിനെ നോൺ ഡയമെൻഷണൽ ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഡയമെൻഷൻ എന്താണോ ആ ഡയമെൻഷൻ വരുന്ന ക്വാണ്ടിറ്റി വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് ഇത് ഈ എക്സ്പ്രഷൻ കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കുക, SP എന്ന് ഇവിടെ നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ടൈപ്പ് നമ്പർ ആണ്. ദാറ്റ് ഈസ് ദി നോൺ ഡയമെൻഷണൽ ഫോം ഓഫ് സ്പെസിഫിക് സ്പീഡ് which is obtained by dividing this. ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് എന്ന് നോക്കിയാൽ ഇവിടെ ഒരു n, ഈ എക്സ്പ്രഷൻ n root p ഇവിടെ ഉണ്ട്, h raised to 5/4 ഉണ്ട്. പിന്നെ വന്നിരിക്കുന്നത് g raised to 5/4 അതുപോലെ തന്നെ. So this divided by g raised to 5/4 by rho raised to half. ഈ ഒരു ടേം കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. So that ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. g കോൺസ്റ്റന്റ് ആണ്, റോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഇത് വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്താലും ഇതിന്റെ വേരിയബിൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇത് എഫക്ട് ചെയ്യത്തില്ല. സോ യു ഹാവ് ഡിവൈഡഡ് ദിസ് വിത്ത് സർട്ടൈൻ ratios in order to non-dimensional this expression, and finally what we have here is SP equal to n root p ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫോം ഇതാണ്, ഇക്വേഷൻ ഇതാണ്, n root p by rho raised to half gh raised to 5/4. So this expression is also called as specific speed, but this is the specific speed in non-dimensional form. That fully number, that unitless quantity ആയിരിക്കും. So that quantity is called type number. This is a way of expressing the specific speed value of the turbine. Now, when you calculate the type number of a turbine, ഇവിടെ നമ്മൾ ഇടുന്ന കുറെ യൂണിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, the value of n, when you calculate the type number, this has to be keep in mind. The n is substituted in, should be in revolution per second, RPS ilana. Power has to be substituted in watt, and head has to be substituted in H. So this നേരത്തെ ns കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു n p h ന്റെ വാല്യൂ ഏത് യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ടൈപ്പ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫൈനൽ എക്സ്പ്രഷനിൽ n should be in RPS, revolution per second ആണ്. പവർ കിലോ വാട്ടിലല്ല, പവർ വാട്ടിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഹെഡ് എന്നൊക്കെ പറഞ്ഞ h മീറ്ററിൽ to be substituted in meters. So this is the final expression what we write for type number. Now we have these values for water. Density 1000 kilogram or 998 kilogram per meter cube. G value നമുക്കറിയാം 9.81 meter per second square നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, now if you substitute in this expression, what we have is SP type number equal to 9.61 into 10 to the power minus 4 into ns. So this relate the type number and specific speed of the turbine. So നമുക്ക് ഈ ഡയറക്ട്ലി വാട്ടർ ടർബൈന്റെ കേസിൽ ഈ ഇക്വേഷൻ എഴുതി ചെയ്യേണ്ട കാര്യമല്ല. വാട്ടർ ടർബൈൻ ആണ്, വാട്ടർ ആണ് വർക്കിംഗ് ഫ്ലൂയിഡ് എങ്കിൽ, so you can use this expression to find the type number if you know the specific speed value. ns ന്റെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ns വേറെ ഒന്നും ചെയ്യണം. 9.61 into 10 raised to minus 4 ns. That is the expression for getting SP. അപ്പോൾ അതിന്റെ ടൈപ്പ് നമ്പർ വാല്യൂ അവിടെ നിന്ന് കിട്ടും. ഇനി ഈ ടൈപ്പ് നമ്പർ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് ദി നമ്പർ ഈസ് നമ്പർ ഓഫ് റെവല്യൂഷൻസ്. എത്ര റെവല്യൂഷൻസ് ആണ്? സോ യു വിൽ ബി ഗെറ്റിംഗ് ഇൻ റെവല്യൂഷൻസ് ടൈപ്പ് നമ്പർ. Now you can get this value in radians. നമുക്കറിയാം 1 revolution is 2 pi radian. So that is multiplied by 2 pi
So you have this type number in radian, SP. So 2 pi into 9.61 into 10 to the power minus 4 ns. റേഡിയൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ടൈപ്പ് നമ്പർ SPR equal to 2 pi into 9.61 into 10 to the power minus 4 ns, where ns is the specific speed of the turbine. Okay. So now I think the time with that I am stopping today's class. So now I will continue with the topic on unit quantities. ടർബൈൻസിന്റെ കാര്യങ്ങൾ എടുത്തത് പഠിച്ചിട്ട് വരിക. അപ്പൊ നാളെ ക്വസ്റ്റ്യൻ ചോദിക്കാം. Okay. If you have any doubt, you can ask. Otherwise, you can leave. Okay, then thank you. Thank you, sir. Thank you, sir. Thank you, sir.